നമസ്കാരം, ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 12. അങ്ങനെ നമ്മൾ ഇന്ന് മുതൽ നിഫ്റ്റിയുടെ മൂന്നാമത്തെ ആഴ്ചയിലെ വീക്ക്ലി കോൺട്രാക്ട്സിലേക്ക് എൻ്റർ ആവുകയാണ്. ഇന്നത്തോടുകൂടി അടുത്ത ആഴ്ചയിലേക്കുള്ള നിഫ്റ്റിയുടെ വീക്ക്ലി കോൺട്രാക്ട്സിൽ ഏകദേശം ഓപ്പൺ ഇൻട്രസ്റ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് യുഎസും ഇറാനും തമ്മിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ചർച്ചകളൊന്നും നടക്കുന്നില്ലെങ്കിൽ കൂടിയിട്ടും പ്രധാന മധ്യസ്ഥരായ പാകിസ്ഥാന്റെ മിനിസ്റ്റേഴ്സ് ഇറാനില് സമാധാന ചർച്ചകൾ നടത്തുന്നു എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. കൂടാതെ പാകിസ്ഥാന്റെ ഡിഫൻസ് മിനിസ്റ്ററായ ഖ്വാജ ആസിഫ് യുഎസും ഇറാനും തമ്മിൽ ചില അറേഞ്ച്മെന്റുകളിലേക്ക് ഉടനടി തന്നെ എത്തിപ്പെടുമെന്നുള്ള സ്റ്റേറ്റ്മെന്റ് നടത്തിയതായിട്ട് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. എന്നാൽ വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ കാര്യമായ അപ്ഡേറ്റ്സുകളൊന്നും തന്നെ വന്നിട്ടുമില്ല. ഹോർമോസിലൂടെ വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നതിന് മുന്നേ 130 മുതൽ 140 ഷിപ്പുകളാണ് ദിനംപ്രതി കടന്നുപോയതെങ്കിൽ നിലവിൽ വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ തുടങ്ങിയതിനു ശേഷം 6 മുതൽ 12 കപ്പലുകൾ മാത്രമേ ഇതുവഴി കടന്നു പോകുന്നുമുള്ളൂ. അത് നിലവിൽ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നുമുണ്ട്. ഇനി മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്, ഗ്രാസിം ഇൻഡസ്ട്രീസ്, ടാറ്റ മോട്ടോഴ്സ്, അപ്പോളോ ഹോസ്പിറ്റൽസ് എന്റർപ്രൈസസ്, GMR എയർപോർട്ട്സ്, ലെൻസ്കാർട്ട് സൊല്യൂഷൻസ്, അബൌട്ട് ഇന്ത്യ, ആദിത്യ ഇൻഫോടെക്, IRCTC തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് അവയുടെ Q1 ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിക്കും. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയും അഭിപ്രായങ്ങൾ പ്രകാരം ഈ കലണ്ടർ മാസത്തില് നിഫ്റ്റിക്ക് ഒരിക്കൽ പോലും 24,400 എന്ന ലെവൽ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നിരുന്നില്ല. ആയതിനാൽ തന്നെ ഇന്ന് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 24,400 എന്ന ലെവൽ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ തുടർന്ന് അടുത്തതായിട്ട് 24,350 എന്ന ലെവൽ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് മാത്രമല്ല, ഈ ലെവലിലായിട്ടാണ് നിഫ്റ്റിയുടെ മിഡ് ഡേ മൂവിംഗ് ആവറേജ് ആയ 50 ഡേ EMA നിലകൊള്ളുന്നതും. ഈ ലെവലും ഇന്ന് നിഫ്റ്റിക്ക് ശക്തമായി ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ തുടർന്ന് 24,200 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഡൗൺ സൈഡിലേക്ക് അടുത്ത ഒരു സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്തേക്കാം. കാരണം ഈ ലെവലിലായിട്ടാണ് നിഫ്റ്റിയുടെ ലോങ് ടൈം മൂവിംഗ് ആവറേജ് ആയ 100 ഡേ EMA നിലകൊള്ളുന്നതും. ആയതിനാൽ തന്നെ 24,200 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ സെല്ലിംഗ് പ്രഷറും വർദ്ധിക്കാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ അതേസമയം ഇന്ന് നിഫ്റ്റിക്ക് ഒരു റീബൗണ്ട് സാധ്യമാവുകയാണെങ്കിൽ 24,600 തുടർന്ന് 24,700 എന്നീ ലെവലുകളിൽ ഒരുപക്ഷെ അപ്പർ സൈഡിലേക്ക് നിഫ്റ്റിക്ക് റെസിസ്റ്റൻസും നേരിട്ടേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയും അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. ഇന്നലെ US നിന്നും ജൂലൈ മാസത്തെ എക്സിസ്റ്റിംഗ് ഹോം സെയിൽസ് ഡേറ്റ റിലീസ് ഉണ്ടായിരുന്നു. മാർക്കറ്റിനെ നിരാശപ്പെടുത്തിക്കൊണ്ട് 1.7% ഇടിവാണ് US എക്സിസ്റ്റിംഗ് ഹോം സെയിൽസിൽ ജൂലൈ മാസത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്തത്. ഇന്നും US നിന്ന് പ്രധാനപ്പെട്ട ഒത്തിരിയേറെ ഇവന്റുകൾ നിറഞ്ഞൊരു ദിനമാണ്. വൈകുന്നേരം ഇന്ത്യൻ സമയം 6 മണിയോടുകൂടി ജൂലൈ മാസത്തെ ഇൻഫ്ലേഷൻ റേറ്റ് ഉൾപ്പെടെ വിവിധ തരത്തിലുള്ള ഇൻഫ്ലേഷൻ ഡാറ്റകളുടെ റിലീസ് നടക്കാനുണ്ട്. റേഞ്ച് ബൗണ്ടോട് കൂടിയിട്ടുള്ള ട്രേഡിംഗിന് ശേഷം ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിന് നഷ്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നെങ്കിലും തുടർച്ചയായി മൂന്നാമത്തെ ട്രേഡിംഗ് സെഷനിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ 258.55 കോടി രൂപയ്ക്ക് ബൈയിങ് തുടർന്നപ്പോൾ മിനിങ്ങാമത്തെ സെല്ലിംഗിന് ശേഷം ഇന്നലെ നേരിയ തുകയ്ക്കാണെങ്കിൽ കൂടിയിട്ടും 24.77 കോടി രൂപയ്ക്ക് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളും ബൈയിങ് നടത്തി. ADR സ്റ്റോക്സിലേക്ക് വരുമ്പോൾ ആക്സിസ് ബാങ്ക് ADRന് 1.25%, HDFC, ICICI ബാങ്ക് ADRകൾക്ക് 0.25%, വിപ്രോയ്ക്ക് 1%ന്റെയും നഷ്ടം നേരിടേണ്ടി വന്നപ്പോൾ ഡോക്ടർ റെഡ്ഡീസിന് 2.5%, ഇൻഫോസിസിന് 0.5%ലേറെയും നേട്ടത്തോടുകൂടി തന്നെ ക്ലോസിംഗും രേഖപ്പെടുത്തുവാനായി. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഹെവി വെയ്റ്റ് ടെക് സ്റ്റോക്കുകൾക്ക് ഇടിവ് നേരിടേണ്ടി വന്നെങ്കിലും പാകിസ്ഥാൻ ഡിഫൻസ് മിനിസ്റ്ററുടെ ഭാഗത്ത് നിന്നും യുഎസും ഇറാനും തമ്മിൽ ചില അറേഞ്ച്മെന്റുകൾ അടുത്തായിട്ട് തന്നെ സംഭവിച്ചേക്കാമെന്നുള്ള പ്രസ്താവന വന്നതിന്റെ ഫലമായിട്ട് ചോപ്പിയായിട്ടുള്ള ഒരു ട്രേഡിംഗ് സെഷൻ ആയിരുന്നു ദൃശ്യമായിരുന്നതും. തുടർന്ന് S&P 500ന് 0.33%ന്റെയും നാസ്ഡാക്കിന് 0.6%ന്റെയും നഷ്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. മാത്രമല്ല US ഡോ ജോൺസ് ഫ്യൂച്ചറും നിലവിൽ നെഗറ്റീവ് സെന്റിമെന്റ്സോട് കൂടിയിട്ടാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഇത് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ടും സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ
ജപ്പാൻ മാർക്കറ്റ് ഇന്ന് സ്ലൈറ്റ്ലി പോസിറ്റീവായിട്ടും കൊറിയൻ മാർക്കറ്റ് അതേസമയം 2% നേട്ടത്തോടു കൂടിയിട്ടുമാണ് ട്രേഡിംഗ് ആരംഭിച്ചിട്ടുള്ളത്. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം പാകിസ്ഥാൻ ഡിഫൻസ് മിനിസ്റ്ററുടെ ഭാഗത്ത് നിന്നും ഇറാനും യുഎസും തമ്മിലുള്ള താൽക്കാലിക അറേഞ്ച്മെന്റുകൾ ഉടനടി തന്നെ സംഭവിച്ചേക്കാമെന്നുള്ള പ്രസ്താവന വന്നതിന്റെ ഫലമായിട്ട് എണ്ണയുടെ വിലയിൽ നേരിയ ഇടിവ് രേഖപ്പെടുത്തിയെങ്കിൽ കൂടിയിട്ടും വീണ്ടും ഇന്ന് രാവിലത്തോടു കൂടി എണ്ണയുടെ വിലയിൽ ഏകദേശം 0.5%-യും 0.25%-യും ഇടയ്ക്ക് ഉയർച്ചയാണ് അനുഭവപ്പെടുന്നതും ബ്രെന്റ് ക്രൂഡിന്റെ വില $89.48 ആയിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $83.76 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതും ഗോൾഡിന്റെ വിലയിലും 0.5% ഉയർച്ചയോടുകൂടി $4,381.94 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽസുകൾ പരിശോധിക്കാം. അടുത്ത ആഴ്ചയിലേക്കുള്ള വീക്കിലി കോൺട്രാക്ട്സിൽ PCR 0.85 എന്ന നിലയിലായിട്ടും മാക്സ് പെയിൻ 24,500 എന്ന സൈക്കോളജിക്കൽ ലെവലിലുമായിട്ടാണ് നിലകൊള്ളുന്നത്. ഇന്നലെയും ഇടിവ് നേരിടേണ്ടി വന്നെങ്കിലും നിഫ്റ്റിക്ക് അതിന്റെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ടും ട്രേഡിംഗ് അവസാനിപ്പിച്ച് നിലകൊള്ളുവാനുമായി. മാത്രമല്ല RSIയിലും നേരിയ ഇടിവ് രേഖപ്പെടുത്തിയതിനെ തുടർന്ന് 56.1 എന്ന നിലയിലേക്കും എത്തിച്ചേർന്നു. അടുത്ത ആഴ്ചയിലേക്കുള്ള നിഫ്റ്റിയുടെ വീക്കിലി കോൺട്രാക്ട്സിൽ ഏകദേശം ഓപ്പൺ ഇൻട്രസ്റ്റുകളൊക്കെ ഇന്നത്തോടുകൂടി ക്രിയേറ്റ് ചെയ്യപ്പെടുക മാത്രമല്ല ഓപ്പൺ ഇൻട്രസ്റ്റുകളും ഇന്ന് ഒരു പക്ഷേ മാറി മറിഞ്ഞേക്കാം. എങ്കിലും നിലവിലെ ഡേറ്റകൾ പ്രകാരം 25,000 എന്ന സൈക്കോളജിക്കൽ ലെവലിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 24,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുക. പുട്ട് സൈഡിലേക്കും 24,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് അതേസമയം കാണുവാനായിട്ടും സാധിക്കുക. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുക. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിക്കെതിരെ PMLA പ്രകാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രോസിക്യൂഷൻ പരാതി ഫയൽ ചെയ്തു. BEML ലൈറ്റ് കോംബാറ്റ് ഹെലികോപ്റ്റർ ഫ്യൂസൽ ജെറ്റ് എയറോസ്ട്രക്ചറുകൾക്കായിട്ട് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ്സിൽ നിന്ന് 184 കോടി രൂപയുടെ ഓർഡർ നേടി. ജമ്മു ആൻഡ് കാശ്മീർ ബാങ്ക് 1000 കോടി രൂപയുടെ ഇക്വിറ്റി മൂലധനം സമാഹരിക്കുന്നതിന് ബാങ്കിന്റെ ബോർഡ് അംഗീകാരം നൽകി. HCL ഇൻഫോ സിസ്റ്റംസ് കമ്പനിക്കെതിരായിട്ടുണ്ടായിരുന്ന 22.85 കോടി രൂപയുടെ നികുതി ആവശ്യവും അതിന്മേലുള്ള പലിശയും പിഴയും കസ്റ്റംസ് എക്സൈസ് ആൻഡ് സർവീസ് ടാക്സ് അപ്പീലേറ്റ് ട്രൈബ്യൂണൽ റദ്ദാക്കി. സ്പെഷ്യാലിറ്റി റെസ്റ്റോറന്റ്സ് 1.8 കോടി രൂപയുടെ ടാക്സ് ഡിമാൻഡ് നോട്ടീസ് കമ്പനിക്ക് ലഭിച്ചു. ബജാജ് ഫൈനാൻസ് കാറുകളുടെയും ടൂ വീലേഴ്സിന്റെയും സെയിൽസ് ഫിനാൻസ് വിഭാഗങ്ങളുടെ പ്രസിഡന്റായ ശ്രീ അമിത് രഘുവംശി ഇന്നലെ ഓഗസ്റ്റ് 11 മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ രാജിവെച്ചു. മണപ്പുറം ഫൈനാൻസ് പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ Q1 ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. നെറ്റ് പ്രോഫിറ്റില് 40.8%-ന്റെയും നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തില് 31%-ന്റെയും വർധനവ് രേഖപ്പെടുത്തി. സെൻകോ ഗോൾഡ് കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റില് 3.4%-ന്റെ ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻസില് 67.4%-ന്റെ വർധനവും രേഖപ്പെടുത്തി. ഗോകുൽദാസ് എക്സ്പോർട്സ് നെറ്റ് പ്രോഫിറ്റില് 6.8%-ന്റെയും റവന്യൂവില് 20.7%-ന്റെയും വർധനവ് രേഖപ്പെടുത്തി. അശോക ബിൽഡ്കോൺ നെറ്റ് പ്രോഫിറ്റില് 41%-ന്റെയും റവന്യൂവില് 20.5%-ന്റെയും ഇടിവാണ് രേഖപ്പെടുത്തിയത്. SKF ഇന്ത്യ നെറ്റ് പ്രോഫിറ്റില് 13.9%-ന്റെ ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 18.3%-ന്റെ വർധനവും രേഖപ്പെടുത്തി. ഡെൽറ്റ കോർപ്പ് കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 29.5 കോടി രൂപ നഷ്ടത്തിൽ നിന്നും 212 കോടി രൂപയായിട്ട് ഇത്തവണ ലോസ് വർദ്ധിപ്പിച്ചു. അതേസമയം റവന്യൂവിലും 8.2%-ന്റെ ഇടിവും രേഖപ്പെടുത്തി.